ഉത്തർപ്രദേശിലെ അപ്രതീക്ഷിത വിജയത്തെ തുടർന്ന് പുതിയ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ധന്യവാദ് യാത്രയാണ് സംസ്ഥാനത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജൂൺ 11 മുതൽ 15 വരെയാണ് യാത്ര. യുപിയിലെ 43 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് ഈ യാത്ര. സംസ്ഥാനത്ത് അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നടത്തിയത്. അത്രയും ദുർബലമായ അവസ്ഥയിലായിട്ടും കോൺഗ്രസിന് വലിയ വിജയം തന്നെ സംസ്ഥാനത്ത് സ്വന്തമാക്കാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. യാത്രയിൽ മുതിർന്ന പാർട്ടി നേതാക്കളെല്ലാം പങ്കെടുക്കുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എത്താനാണ് സാധ്യത. യുപിയിലെ റായ്ബറേലിയിൽ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയത്. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിയെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു. അതേസമയം യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വിഭാഗങ്ങളെ ആദരിക്കും. ഭരണഘടനയുടെ പകർപ്പ് നൽകിയാണ് ആദരിക്കുക. ഭരണഘടനയെ സംരക്ഷിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് രാജ്യത്താകെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു. മൊത്തം 6 സീറ്റുകളിലാണ് കോൺഗ്രസ് യുപിയിൽ വിജയിച്ചത്. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി 37 സീറ്റും നേടിയിരുന്നു. മൊത്തം ഇന്ത്യ സഖ്യം 43 സീറ്റുകളാണ് യുപിയിൽ നിന്ന് നേടിയത്. അതേസമയം ബി.ജെ.പി യുപിയിൽ 33 സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു. 2019 അപേക്ഷിച്ച് കോൺഗ്രസിന്റെയും എസ്.പിയുടെയും മുന്നേറ്റമായിരുന്നു യുപിയിൽ കണ്ടത്. 2019 കോൺഗ്രസിന് ലഭിച്ചത് 1 സീറ്റ് മാത്രമായിരുന്നു. എസ്.പിക്ക് 5 സീറ്റ് മാത്രമായിരുന്നു ലഭിച്ചത്. ഇത്തവണ പക്ഷേ കോൺഗ്രസിന്റെയും എസ്.പിയുടെയും പ്രചരണം വലിയ രീതിയിൽ ജനം ഏറ്റെടുക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ബി.ജെ.പിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെ 3 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലിയിൽ പരാജയപ്പെടുത്തിയത്. സോണിയാഗാന്ധി മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമായിരുന്നു ഇത്. സോണിയയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന് മുകളിലാണ് രാഹുലിന് ലഭിച്ചത്. 2019 സോണിയയ്ക്ക് 1,67,178 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ദിനേശ് പ്രതാപ് സിംഗിനെതിരെ ലഭിച്ചത്. സ്മൃതി ഇറാനി 1.65 ലക്ഷം വോട്ടിനാണ് പരാജയപ്പെട്ടത്. എൻ.ഡി.എയിലെ സഖ്യകക്ഷികളായ ആർ.എൽ.ഡി 2 സീറ്റിലും അപ്നാദൾ 1 സീറ്റിലും വിജയിച്ചിരുന്നു. ആസാദ് സമാജ് പാർട്ടി 1 സീറ്റിലും വിജയിച്ചു. അതേസമയം യുപിയിൽ യോഗി ബ്രാൻഡിനു കൂടിയാണ് ഇത്തവണ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിജയം നേടുന്നതിലും യോഗി ബ്രാൻഡ് നിർണായകമായിരുന്നു. അതിലാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. 80 ലോക്സഭാ സീറ്റുകളുള്ള യുപിയിൽ നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടിയാണ് ബി.ജെ.പിയെ നിലവിലെ ഈ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. ടി.ഡി.പി, ജെ.ഡി.യു തുടങ്ങിയ പാർട്ടികൾ കടുത്ത സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര സർക്കാരിലെ നിർണായക സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള വിലപേശൽ ഇപ്പോഴും തുടരുകയാണ്. സ്മൃതി ഇറാനിയുടെ അമേഠിയും രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദും അടക്കം ബി.ജെ.പിയെ കൈവിട്ടുവെന്നത് തന്നെ പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. അയോധ്യ ക്ഷേത്രത്തിൽ പുതിയ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് 4 മാസങ്ങൾക്കുള്ളിലാണ് ബി.ജെ.പിയുടെ പരാജയം എന്നതും ശ്രദ്ധേയമാണ്. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനം ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിക്ക് ഗുണകരമായി മാറുമെന്ന വിലയിരുത്തലുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദിൽ തന്നെ ഞെട്ടിക്കുന്ന തോൽവിയെ അഭിമുഖീകരിക്കേണ്ടി വന്നു ബി.ജെ.പിക്ക്. സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് 54,500 വോട്ടുകൾക്കാണ് ബി.ജെ.പിയുടെ ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയത്. ക്ഷേത്ര നഗരിയിൽ ബി.ജെ.പിക്കേറ്റ തിരിച്ചടിക്ക് നിരവധി കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒ.ബി.സി, ദളിത് വിഭാഗങ്ങൾ അകന്നത്, ജാതി സമവാക്യം ഉണ്ടാക്കാനുള്ള അഖിലേഷ് യാദവിന്റെ തന്ത്രം, അയോധ്യയുടെ വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതിലുള്ള പ്രദേശവാസികൾക്കിടയിലെ നീരസം എന്നിവയാണ് ചില പ്രധാന കാരണങ്ങൾ. ബി.ജെ.പിയുടെ പരാജയത്തിന് പാർട്ടിയുടെ ഡൽഹി, ലക്നൗ യൂണിറ്റുകൾ തമ്മിലുള്ള സംഘർഷവും കാരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വെല്ലുവിളിയാണ് പാർട്ടി ഇന്ന് നേരിടുന്നത്.